അവയവ കച്ചവടത്തിന് ഇറാനിലേക്ക് എത്തിച്ചവരിലേറെയും ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമുള്ള ചെറുപ്പക്കാരെയാണെന്നാണ് പ്രതി സാബിത് നാസർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മനുഷ്യക്കടത്തിനുള്ള റാക്കറ്റ് പ്രവർത്തിച്ചതും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണെന്നാണ് പോലീസിന്റെ നിഗമനം. റൂറൽ എസ്.പി. വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 10 സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. ഇപ്പോൾ പ്രത്യേകിച്ചും അപ്ഡേറ്റ് ഒന്നുമില്ല. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റിട്ടില്ല. ഇപ്പോൾ സെൻസിറ്റീവ് കേസാണോ, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഓക്കെ. കിഡ്നി നൽകിയവർക്ക് പ്രതിഫലമായി നൽകിയത് 6 ലക്ഷം രൂപ. ഇറാനിലെ ആശുപത്രിയിലെത്തിച്ച യോജിക്കുന്നയാൾക്ക് കിഡ്നി നൽകും. 3 ദിവസം ആശുപത്രിയിൽ തുടർ ചികിത്സ നൽകി ഇറാനിലെ ഫ്ളാറ്റിൽ 20 ദിവസത്തോളം താമസിപ്പിച്ച് തിരികെ നാട്ടിലെത്തിക്കുകയായിരുന്നുവെന്നാണ് സാബിത്തിന്റെ മൊഴി. അവയവക്കടത്തിനിരയായ ഷമീർ കിഡ്നി വിൽപ്പന നടത്തിയ കാര്യം അറിഞ്ഞില്ലെന്നായിരുന്നു മാതാവിന്റെ പ്രതികരണം. ഇതിനു മുൻപ് ഈ അവയവം ദാനം ചെയ്യാനായിട്ട് ഷമീർ ശ്രമിച്ചിരുന്നു. അത് 2-3 വർഷത്തിന്റെ മുമ്പ് എനിക്ക് കടമാണ് പറഞ്ഞിട്ട് അവൻ ഇതേപോലെ ചെയ്യണം പറഞ്ഞു. വന്ന് വീട്ടിൽ വന്ന് ഞങ്ങളുടെ സൈൻ ചെയ്യണം പറഞ്ഞിട്ട് അവർ പേപ്പറുകൾ കൊണ്ട് വന്നപ്പോൾ അച്ഛനും ഞാനും പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമല്ല, ഞങ്ങൾ ചെയ്യാൻ വിടില്ല, ഞങ്ങൾക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, ഞങ്ങൾ ചെയ്യാൻ വിടില്ല പറഞ്ഞു. റാക്കറ്റിലെ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാബിത്തിന്റെ ഫോൺ കോളുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് രേഖകൾ എന്നിവ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കസ്റ്റഡിയിൽ വാങ്ങി സാബിത്തിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, പാലക്കാട്.